ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കപ്പെടും എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ അതുണ്ടായില്ല. വടകര വിട്ട് തൃശൂരിലേക്ക് പോകാൻ കെ മുരളീധരന് ചെറിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദേശീയ നേതൃത്വം പ്രതിസന്ധിയെല്ലാം വിവരിച്ച് ആവശ്യമുന്നയിച്ചപ്പോൾ മുരളീധരൻ വഴങ്ങി. തൃശ്ശൂരിലെ ഏറ്റവും ഫിറ്റായ സ്ഥാനാർത്ഥിയാണ് മുരളീധരൻ എന്നുള്ളതുകൊണ്ട് മുരളീധരൻ കേരളത്തിലെ ഏത് സീറ്റിലും മത്സരിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ്. തൃശ്ശൂരിൽ അദ്ദേഹം മത്സരിക്കുന്നു. എന്നാൽ പാലക്കാട് മണ്ഡലം വിട്ട് കേരള രാഷ്ട്രീയം വിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വടകര വഴി വരാനുള്ള നിർദ്ദേശം ഷാഫി പറമ്പിലിന് അത്ര ദഹിച്ചിരുന്നില്ല. ദേശീയ നേതൃത്വം ഇടപെട്ട് സംസാരിച്ച ശേഷമാണ് ഷാഫി പറമ്പിൽ ഈ ധാരണ അംഗീകരിക്കാൻ തയ്യാറായത്. കേരളത്തിലെ പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല. 16 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നടപടിക്രമങ്ങൾ അനുസരിച്ചിട്ട് ഇന്നലെ 58 സീറ്റുകളിലാണ് ചർച്ച നടക്കുന്നത്. കേരളത്തിലെ 16 സീറ്റ് ഉൾപ്പെടെ ആ 58 സീറ്റുകളിൽ ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് കഴിഞ്ഞ് കോൺഗ്രസ് പ്രസിഡന്റ് അത് ഒപ്പുവെച്ച് അത് ഇന്ന് തന്നെ അനൗൺസ് ചെയ്യും. രാവിലെ മുതൽ ഡൽഹിയിൽ പലവട്ടം ചർച്ചകൾ നടന്നു. ആദ്യം KC വേണുഗോപാലിന്റെ വീട്ടിലേക്ക് VD സതീശനും ഒപ്പം രമേശ് ചെന്നിത്തലയും എത്തി. K ജയന്തും N സുബ്രഹ്മണ്യനും പിന്നാലെ. ചർച്ച 1 മണിക്കൂറിലധികം നീണ്ടു. അത് കഴിഞ്ഞ് VD സതീശനും K സുധാകരനും രമേശ് ചെന്നിത്തലയും കൂടി മല്ലികാർജുൻ ഖാർഗെയെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. ചർച്ച 40 മിനിറ്റോളം നീണ്ടു. ഒരു തരത്തിലുള്ള പ്രതിസന്ധിയുമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ കോൺഗ്രസിന് ഇന്ന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ലിസ്റ്റ് ആയിരിക്കും പുറത്തു വരാൻ പോകുന്നത്. രമേശ് ചെന്നിത്തലയും VD സതീശനെയും KC വേണുഗോപാലിനെ കണ്ട് ചർച്ച നടത്തി. അന്തിമ തീരുമാനമായി. നേതാക്കൾ കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജയപാലിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.